പേട്ടതുള്ളൽ രഥഘോഷയാത്രയ്ക്ക് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകി. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് മല്ലപ്പള്ളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പിനായുള്ള ശബരിമല തീർത്ഥാട രഥഘോഷയാത്രയ്ക്കാണ് മല്ലപ്പള്ളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നടത്തിയത്. സമൂഹ പെരിയൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ കരപ്പെരിയന്മാരായ സദാശിവൻ പിള്ള, ശശികുമാർ, കെ ചന്തു, ഗോപകുമാർ, ആർ മധു, കെ ചന്ദ്രകുമാർ, ശോഭനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മല്ലപ്പള്ളി പഴയ CI ഓഫീസിന് മുന്നിൽ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് S മനോജിന്റെ നേതൃത്വത്തിൽ രഥഘോഷയാത്രയെ മല്ലപ്പള്ളിയിലേക്ക് സ്വീകരിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് ക്ഷേത്രം തന്ത്രി പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ മേൽശാന്തി കണ്ണമംഗലത്ത് കേശവ നമ്പൂതിരിയുടെ ദേവചൈതന്യം ആവാഹിച്ച് പൂജിച്ചു നൽകിയ തങ്കത്തിടമ്പും വഹിച്ചുള്ള രഥഘോഷയാത്രയെ എതിരേൽപ്പാൻ മല്ലപ്പള്ളിയുടെ വിവിധ ദേശങ്ങളിൽ നിരവധി പേർ എത്തി. മല്ലപ്പള്ളി ടൗണിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ രഥഘോഷയാത്രയെ സ്വീകരിച്ചു. പ്രസിഡന്റ് തോമസ് കുട്ടി ED നേതൃത്വം നൽകി. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴക്കാർ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മണിമലക്കാവ് മഹാ ആഴിപൂജ, എരുമേലി പേട്ടതുള്ളൽ, പമ്പ സദ്യ, നെയ്യഭിഷേകം, മഹാനിവേദ്യം, മകരവിളക്ക് ദർശനം എന്നിവ നടത്തിയാണ് തിരികെ പോരുന്നത്. മല്ലപ്പള്ളി ടൗണിലെ സ്വീകരണത്തിന് ശേഷം പേട്ടതുള്ളൽ സംഘം മല്ലപ്പള്ളി വലിയ പാലത്തിലൂടെ തിരുമാലട മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. രഥഘോഷയാത്ര കമ്മിറ്റി ചെയർമാൻ വേണുഗോപാലിന്റെയും കൺവീനർ ബിജു സാരംഗിയുടെയും നേതൃത്വത്തിലുള്ള 380ഓളം അയ്യപ്പ സംഘമാണ് രഥഘോഷയാത്രയുമായി മല്ലപ്പള്ളിയിലെത്തിയത്. തുടർന്ന് മല്ലപ്പള്ളി തിരുമാലട മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് പേട്ടതുള്ളൽ സംഘത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകി സ്വീകരിച്ചു. നിറപറയും നിലവിളക്കുമായ സമൂഹ പെരിയനെയും സംഘത്തെയും ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് S മനോജ്, സെക്രട്ടറി CS പിള്ള, ട്രഷറർ രാജേഷ് D നായർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സ്വാമി ശരണമയ്യപ്പ. ഈ വർഷത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിനായിട്ട് അമ്പലപ്പുഴ യോഗംപേട്ട സംഘം ഇവിടെ മല്ലപ്പള്ളി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 6-ാം തീയതി രാവിലെ
അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് രഥഘോഷയാത്രയായിട്ട് ആരംഭിച്ച യാത്രയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. 6-ാം തീയതി അമ്പലപ്പുഴ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ദർശിച്ച് അവിടെ നിന്ന് തകഴി ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്തു. 7-ാം തീയതി തകഴിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആനപ്രാമ്പാൽ, തിരുവല്ല തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെയെല്ലാം വഴിപാടുകൾ കഴിച്ച് കവിയൂർ ക്ഷേത്രത്തിലാണ് ഇന്നലെ ക്യാമ്പ് ചെയ്തത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി കവിയൂർ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച യാത്ര വഴിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും, അയ്യപ്പ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ വന്ന് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ മല്ലപ്പള്ളി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ആചാരപരമായിട്ടുള്ള ആദ്യത്തെ ചടങ്ങ് ആഴിപൂജ മണിമല ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. ഈ മണിമല ക്ഷേത്രത്തിലെ ആഴിപൂജ എന്ന് പറയുമ്പോൾ പണ്ട് ചെമ്പശ്ശേരിയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന ഒരു സംഘമാണ് അമ്പലപ്പുഴ യോഗം. അമ്പലപ്പുഴയിൽ നിന്നും കാൽനടയായി പോരുകയും 18-ാം തീയതി എട്ടുമുറയ്ക്ക് അമ്പലപ്പുഴയിൽ നിന്നും കാൽനടയായിട്ട് സഞ്ചരിക്കുന്ന അമ്പലപ്പുഴ സംഘം 24-ാം തീയതി മണിമലക്കാവിൽ എത്തുമ്പോൾ പഴയ കെട്ടുവളങ്ങളിൽ കയറ്റി വിടുന്ന, അമ്പലപ്പുഴയിൽ നിന്നും കയറ്റി വിടുന്ന അയ്യപ്പന്മാരുടെ കെട്ടുകളെല്ലാം മണിമല കാവിൽ ക്ഷേത്രത്തിന് മുൻവശത്ത് എത്തിച്ചേരും. അവിടെ വരെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കെട്ടില്ലായിരുന്നു. നമ്മുടെ അമ്പലപ്പുഴ കാൽനടയായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലെ ഭക്ഷണം എല്ലാം കഴിച്ചാണ് ആ കാലഘട്ടത്തിലൊക്കെ വന്നിരുന്നത്. കാലത്തിൻ്റെ മാറ്റത്തിൽ അത് ഒക്കെ നിന്ന് പോയെങ്കിലും രഥഘോഷയാത്രയായിട്ട് സംഘം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. തുടർന്ന് പേട്ടത്തുള്ള സംഘത്തിന് മല്ലപ്പള്ളിയുടെ ആചാരപ്പെരുമയിൽ സദ്യയും നൽകി. തുടർന്ന് ക്ഷേത്രവിശ്വാസികൾക്കും സദ്യ നൽകി. തുടർന്ന് കീഴ്വായ്പൂരി ക്ഷേത്രം, എഴികക്കുന്നത്ത് ക്ഷേത്രം, ആനിക്കാട് ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും സ്വീകരണം നൽകി.